പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ഭയങ്കര തിരക്കിലാണ് അല്ലേ? നമ്മളൊക്കെ ഓൺലൈൻ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അർജുനെ നൊന്ത് പ്രസവിച്ച അർജുൻ്റെ അമ്മയെക്കാളും സ്നേഹം അർജുനോട് ഓൺലൈൻ രക്ഷാപ്രവർത്തകർക്കാണ്. എന്താല്ലേ കാലം പോയൊരു പോക്ക്. അർജുൻ്റെ കൂടപ്പിറപ്പുകൾക്കോ അച്ഛനോ സഹോദരിക്കോ ഭാര്യയ്ക്കോ മകനോ അമ്മയ്ക്കോ ഇല്ലാത്ത സ്നേഹമാണ്. അർജുനെ കുട്ടിക്കാലം തൊട്ടേ കണ്ടു വളർന്ന ആളുകൾക്ക് ഇല്ലാത്ത സ്നേഹമാണ് ഈ ഓൺലൈൻ രക്ഷാപ്രവർത്തകർക്ക് അർജുനോടുള്ളത്. എന്തൊരു മികച്ച പ്രകടനമാണ് നമ്മൾ മലയാളികൾ കാഴ്ചവെക്കുന്നതെന്ന് നോക്കിയേ. നമുക്കൊരു ധാരണയുണ്ട് നമ്മളെക്കാളും ബെസ്റ്റായിട്ട് ഈ ലോകത്ത് വേറെ ആരും ഇല്ലെന്ന്. നമ്മളാണ് ഏറ്റവും വലിയ ടോപ്പ് എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. നമ്മൾ മലയാളികളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് എവിടെ നോക്കിയാലും മഴക്കാലത്ത് കൂണ് മുളയ്ക്കുന്നത് പോലെ നാട്ടിലൊക്കെ ചപ്പാത്തി കമ്പനി പൊങ്ങി വരുന്നത് പോലെയാണ് ഹിന്ദിക്കാർ. എവിടെ നോക്കിയാലും ഹിന്ദിക്കാരാണ്. നമ്മൾ മലയാളികൾ അത്ര ടോപ്പായതുകൊണ്ടാണ്. അന്യസംസ്ഥാന തൊഴിലാളികളെ നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്നത് നമ്മൾ മലയാളികൾ അത്രയും ടോപ്പായതുകൊണ്ടാണ്. അർജുൻ്റെ അമ്മ കരയുന്നില്ല, അർജുൻ്റെ ഭാര്യ കരയുന്നില്ല, അർജുൻ്റെ കൂടപ്പിറപ്പുകളോ അച്ഛനോ ഒന്നും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കരയുന്നില്ല. അതുകൊണ്ട് അവർക്ക് അർജുനോട് സ്നേഹമില്ല. എന്തൊരു കണ്ടുപിടുത്തം നമ്മൾ നടത്തിയത്. നമ്മുടെ കണ്ടുപിടുത്തം കൊണ്ട് അർജുനൊക്കെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്ക് അർജുൻ്റെ വീട്ടുകാരെ നമുക്ക് ഒരുപാട് വേദനിപ്പിക്കാൻ പറ്റി അല്ലേ? ഒരമ്മയുടെ വേദന മനസ്സിലാക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അക്ഷരം പഠിച്ചത് എന്ന് ചിന്തിച്ച് നോക്കൂ. ഏറ്റവും മഹത്വമുള്ള മലയാള ഭാഷയിൽ മലയാളത്തിൽ അമ്മ എന്ന് നമ്മൾ എഴുതി പഠിച്ച ആ അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങൾ വെച്ചിട്ട് ഒരമ്മയുടെ ഹൃദയം വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലും ക്രൂരമായത് മറ്റെന്താ ഉള്ളത്? നമ്മൾ മലയാളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദനയാണത്. ഇങ്ങനെയുണ്ട് ആൾക്കാർ. ഇതിനൊക്കെ എതിരൊരു നിയമം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഓൺലൈൻ രക്ഷാപ്രവർത്തനത്തിനെതിരെയൊക്കെ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തൊരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോഴും കുറേ ഓൺലൈൻ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ നാട് തന്നെയാണിത്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. നമ്മൾ ബ്രിട്ടീഷുകാരെ നേരിട്ടത് ഇങ്ങനെ ഓൺലൈൻ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടാണോ? അന്ന് തൊട്ടുള്ളത് പറയാൻ ഒരുപാടുണ്ട്, കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ഈ ഒരു ദിവസമൊന്നും മതിയാവില്ല. എനിക്ക് കേൾക്കാൻ നിങ്ങൾക്കും സമയമില്ല, പറയാൻ എനിക്കും സമയമില്ല. കാരണം നമ്മളൊക്കെ ഓൺലൈൻ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞല്ലോ. നമ്മുടെ ഗാന്ധിജി ബ്രിട്ടീഷുകാരെ നേരിട്ടത്, നമ്മുടെ സ്വതന്ത്ര സമര സേനാനികൾ ബ്രിട്ടീഷുകാരെ നേരിട്ടത് ഈ ഓൺലൈൻ രക്ഷാപ്രവർത്തകരെ വെച്ചിട്ടാണോ? നമ്മളിങ്ങനെ ഓൺലൈനിൽ അവർക്കിങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വിമർശിക്കുന്നതിലും വേണ്ട ഒരു അല്പം മാന്യത. ഒരു നൊന്ത് പ്രസവിച്ച ഒരു അമ്മയെ എങ്ങനെ വിമർശിക്കുമ്പോൾ ആ അമ്മയുടെ ഒരു ശാപം കിട്ടുമെന്നുള്ളൊരു ചിന്തയെങ്കിലും വേണ്ടേ? പ്രകൃതിയിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്ന് സിനിമയിൽ പറയുമ്പോൾ അത് ടോപ്പ്. എന്നാൽ സ്വന്തം മകന് വേണ്ടി ജീവിതത്തിലൊരു അമ്മ പോരാടുന്നത് നേരിൽ കാണുമ്പോൾ അത് ഉഡായിപ്പ്. എന്താ അല്ലേ കാലം പോയൊരു പോക്ക്. എനിക്ക് ഉറപ്പുണ്ട് നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീയും ആ അമ്മയെയോ ആ ഒരു വീട്ടുകാരെയോ സൈബർ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുണ്ടാവില്ല. അത്രയ്ക്കും എന്താ പറയുക, ഡോളിയെക്കാട്ടിലും ഹൃദയത്തിൽ വിഷമുള്ള ആൾക്കാരാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നവർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരാളിങ്ങനെ പച്ചയ്ക്ക് കൊത്തി കീറി കൊല്ലാന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലൊരു ഒറ്റയടിക്ക് അങ്ങോട്ട് കൊന്നു കളയുന്നതില്ലേ, ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനേക്കാളും നല്ലത്. നമ്മൾ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. എന്തൊരു സംഭവം എവിടെ എന്തൊരു അപകടം നടന്നാലും നമ്മൾ അതിനെ വൈകാരികമായിട്ടാണ് നേരിടുക. സ്വയം ഒന്ന് അവരവരെ സ്വയം ഒന്ന് വിലയിരുത്തട്ടെ. എവിടെ എന്തൊരു അപകടം ഉണ്ടായെന്ന് കേട്ടാലും അതിനെ വൈകാരികമായിട്ട് നേരിടും. പക്ഷേ നമ്മൾ ഈ ശിരൂർ അപകടത്തെ വൈകാരികമായി നേരിട്ടപ്പോൾ കർണാടകക്കാർ അതിനെ വിവേകത്തോടെ നേരിട്ടു. അതാ സത്യത്തിൽ സംഭവിച്ചത്. അവരതിനെ വിവേകപൂർവ്വം നേരിട്ടപ്പോൾ നമ്മൾ വീണ്ടും വൈകാരികമായി അവരെ കുഴപ്പത്തിലാക്കി കർണാടകയെ.
നമ്മളാണ് ഏറ്റവും വലിയ ടോപ്പ്. നമ്മൾ 2018 പിന്നെ 2018 പ്രളയത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റവരാണ്. അതോടൊപ്പം കൊറോണ കാലത്ത് നമ്മൾ അതിജീവിച്ചവരാണ്. അതിനേക്കാളും വലിയ ടോപ്പായിട്ടുള്ള ആൾക്കാരൊന്നും വേറെ ഒരു നാട്ടിലും ഇല്ല എന്നുള്ളൊരു ധാരണ, അത് നമ്മൾ മാറ്റണം. കാരണം ഇതിപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിപ്പോയി. ഇത്തിരി ഇട്ടാവട്ടത്ത് ജീവിക്കുന്നതല്ല ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് കർണാടകയിലെ കാര്യങ്ങൾ സ്പോട്ടിൽ അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് കാലം മാറിപ്പോയി. ഭാഷ ഏത് സംസാരിച്ചാലും ഏത് വേഷം ധരിച്ചാലും എല്ലാവരും മനുഷ്യരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയലല്ല വേണ്ടത്. ആ ഒരു പാവം കുടുംബത്തിൻ്റെ ശാപം വാങ്ങിയത് കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായത്? ഇപ്പോൾ ആ മനാഫും രഞ്ജിത്ത് ഇസ്രായേലൊക്കെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ റിങ് ചെയ്തു, എന്തൊക്കെയോ ഫോൺ റിങ് ചെയ്തു, പിന്നെ മണ്ണിനടിയിലുണ്ട്, പുഴേൻ്റെ അടിയിലുണ്ട്, ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു. എന്താ സംഭവിച്ചതെന്ന് അർജുനും ഏകനായ രക്ഷിതാവിനും മാത്രമേ അറിയൂ. ദൈവത്തിന് മാത്രമേ അറിയൂ എന്താ സംഭവിച്ചതെന്ന്. പലരും പലതും പറയുന്നു. ആർക്കറിയാം എന്താ സംഭവിച്ചതെന്ന്? മിണ്ടാതിരുന്നൂടെ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങളൊരു പണിയെടുക്കുമ്പോൾ അവിടെ വന്ന് നിങ്ങൾ ഒരാളെങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ എത്ര നേരം നിങ്ങൾക്കത് കേട്ട് നിൽക്കാൻ കഴിയും? എന്തൊരു ജോലി ആയിക്കോട്ടെ. ഒരു പക്ഷേ കിച്ചണിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലീനിങ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഒരു ഡ്രൈവ് ചെയ്യുകയെന്ന് വിചാരിക്കുക. നിങ്ങളോട് അങ്ങനെയല്ല ഡ്രൈവ് ചെയ്യുക, എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാമെന്ന് നിങ്ങളുടെ അടുത്തൊരു സീറ്റ് ഇട്ടിട്ട് ഒരാൾ വന്നിരുന്ന് നിങ്ങളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താവും? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ന്യൂനത കണ്ടുപിടിക്കുന്നതിന് പകരം അവർ അഭിനന്ദിക്കാൻ ശ്രമിക്കുക. അത് ഗുണേ ചെയ്യുള്ളൂ. ഒരാളെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അന്ന് സുരേഷ് ഗോപിയും നമ്മുടെ മന്ത്രി ഗണേഷും എല്ലാം അവിടുത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ചപ്പോൾ അന്ന് എല്ലാവരും അവരെ കുറ്റപ്പെടുത്തി. സുനിത ദേവദാസിൻ്റെ ചാനലിൽ പോലും ഒട്ടും ലോജിക്കില്ലാതെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സുനിത ദേവദാസ് സംസാരിച്ചത്. അവരെടുത്തു ചാടി അതിലൊരു അഭിപ്രായം പറഞ്ഞു. സുനിത ദേവദാസ് അവരുടെ വാർത്താ സമ്മേളനത്തിൻ്റെ ക്ലിപ്പിട്ടിട്ട് ഇവരെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, അവിടെ അങ്ങനെ പ്രശ്നം നടക്കുകയാണ്, ഇങ്ങനെ പ്രശ്നം നടക്കുകയാണ്, രഞ്ജിത്ത് അർജുൻ മണ്ണിനടിയിൽ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വൈകാരികമായിട്ട് ആ സംഭവത്തെ നേരിട്ടു. എന്നിട്ടിപ്പോൾ എല്ലാവരും കുമ്പസാരം ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ആ അർജുൻ്റെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് ഏറ്റവും വാസ്തവം. അവരുടെ മകൻ അല്ലെങ്കിൽ ചോരയ്ക്കും ചോര ഏതവസ്ഥയിലാണെന്ന് ചിന്തിച്ച് നോക്കിയാൽ അറ്റമുണ്ടാവാത്തൊരു സാഹചര്യത്തിൽ അവർ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വർണ്ണിച്ച് അവരെ കുഴപ്പത്തിലാക്കി. ഞാൻ സുരേഷ് ഗോപിയെയും ഗണേഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന്. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയോ വേദനിപ്പിക്കാൻ വേണ്ടിയോ പറയുന്നതല്ല. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇനി ഇവിടെയും നെഗറ്റീവ് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഇട്ടോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാറുണ്ട്, പക്ഷേ അവരവർ തന്നെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ നെഗറ്റീവ് കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഞാനൊരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യാറില്ല. എനിക്കിവിടെ സങ്കടം വന്നത് ആ അമ്മയ്ക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തത്. ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു. ഫസ്റ്റ് ഞാൻ ഈ ഒരു ശിരൂർ സംഭവത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇനി ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യില്ല. പക്ഷെ അന്നും എനിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ. ഞാൻ ഒരു നന്മ ഉദ്ദേശിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഒരു മാനസാന്തരം വന്നാൽ അത് അത്രയ്ക്കും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഞാൻ വലിയ സംഭവമാണെന്ന് നമ്മൾ എല്ലാ മലയാളികളെ പോലെ ഞാൻ വിചാരിക്കുന്നത് കൊണ്ടല്ല. മലയാളികളെ കുറ്റം പറയല്ല. മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച് തന്നെ ഏറ്റവും മഹത്തമായിട്ടുള്ള നമ്മുടെ മധുര മലയാളം ഉപയോഗിച്ച് തന്നെ
കമൻ്റ് ഇട്ടിട്ട് ആ ഒരു അമ്മയുടെ ഹൃദയം വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമാണെന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ മലയാളത്തിൽ ആദ്യം പഠിക്കുന്ന ഒരു വാക്ക് എന്നത് അമ്മ എന്നാണ്. ആ അമ്മയുടെ ഹൃദയം ആ മധുരമുള്ള മലയാള ഭാഷകൾ ഉപയോഗിച്ച് തന്നെ വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലും വലിയ ഒരു ചതി ഈ കേരളക്കാരിയോട് വേറൊന്നും നമ്മൾ ചെയ്യാനില്ല. നമ്മളെല്ലാവരും അമ്മയോട് മാപ്പ് ചോദിക്കുക. ഇതിനൊക്കെ എതിരൊരു നിയമം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് ഓൺലൈൻ പ്രവർത്തകർക്കെതിരെ. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ ചാടി കയറിങ്ങാണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ആകപ്പാടെ കുളമാക്കുന്ന ഒരു പരിപാടി എത്രയും പെട്ടെന്ന് ഇല്ലാതാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. പിന്നെ അർജുൻ സന്തോഷത്തോടു കൂടി തിരിച്ചു വരും എന്ന് പ്രാർത്ഥിക്കാം. ലോജിക്കായിട്ട് ചിന്തിക്കുന്നവർക്ക്, ശാസ്ത്രീയമായിട്ട് തന്നെ കാര്യങ്ങളെ വിലയിരുത്തുന്നവർക്ക് ഞാൻ പറയുന്നതൊരു പൊട്ടത്തരം ആണെന്ന് തോന്നുന്നു. ഇത്രയും ദിവസമായിട്ട് അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഇവരിങ്ങനെ പറയാൻ ഇവർക്ക് വട്ടുണ്ട് എന്ന് തോന്നും. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും ആണ് ഇഷ്ടം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.